ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ കിരീട പോരാട്ടം അത്യന്തം ആവേശകരമായ ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ ലീഗുകളിൽ ഒന്നായ EPL-ൽ ഇത്തവണ ആഴ്സണലും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിലുള്ള പോരാട്ടം ഫുട്ബോൾ പ്രേമികൾക്ക് വലിയ വിരുന്നാണ് സമ്മാനിക്കുന്നത്. ഓരോ മത്സരം കഴിയുമ്പോഴും പോയിന്റ് പട്ടികയിലെ തലപ്പത്ത് മാറ്റങ്ങൾ സംഭവിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ആഴ്സണലിനെ മറികടന്ന് മാഞ്ചസ്റ്റർ സിറ്റി ഒന്നാം സ്ഥാനത്തെത്തുകയും എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സിറ്റിയെ താഴെയിറക്കി ആഴ്സണൽ ആ സിംഹാസനം തിരിച്ചു പിടിക്കുകയും ചെയ്ത സംഭവബഹുലമായ ഒരു വാരാന്ത്യത്തിനാണ് ആരാധകർ സാക്ഷ്യം വഹിച്ചത്. അവസാന മത്സരത്തിൽ കരുത്തരായ വെസ്റ്റ് ഹാമിനെ നേരിട്ട മാഞ്ചസ്റ്റർ സിറ്റി എതിരില്ലാത്ത 3 ഗോളുകളുടെ തകർപ്പൻ വിജയമാണ് സ്വന്തമാക്കിയത്. സിറ്റിയുടെ ഗോൾ മെഷീൻ എർലിംഗ് ഹാലൻഡിന്റെ ഉജ്ജ്വല പ്രകടനമാണ് ഈ വിജയത്തിന് അടിത്തറപ്പാക്കിയത്. മത്സരത്തിന്റെ 5-ാം മിനിറ്റിൽ തന്നെ വെസ്റ്റ് ഹാം പ്രതിരോധത്തെ പിളർത്തി ഹാലൻഡ് സിറ്റിയെ മുന്നിലെത്തിച്ചു. തുടക്കത്തിൽ തന്നെ ലീഡ് നേടിയതോടെ സിറ്റി കളിയിൽ പൂർണ്ണ ആധിപത്യം സ്ഥാപിച്ചു. 38-ാം മിനിറ്റിൽ തിജാനി റെയിൻഡേഴ്സ് നേടിയ മനോഹരമായ ഗോളിലൂടെ സിറ്റി തങ്ങളുടെ ലീഡ് 2-ആക്കി ഉയർത്തി. രണ്ടാം പകുതിയിലും ആക്രമണം തുടർന്ന സിറ്റിക്കായി 69-ാം മിനിറ്റിൽ വീണ്ടും ഹാലൻഡ് ലക്ഷ്യം കണ്ടു. ഹാലൻഡിന്റെ ഇരട്ട ഗോൾ കരുത്തിൽ എതിരില്ലാത്ത 3 ഗോളിന് വിജയിച്ച സിറ്റി ആഴ്സണലിനെ പിന്തള്ളി പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്തേക്ക് താൽക്കാലികമായി കയറി. എന്നാൽ സിറ്റി ആരാധകരുടെ ഈ ആഘോഷത്തിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല. പിന്നാലെ നടന്ന മത്സരത്തിൽ ആഴ്സണൽ എവർട്ടനെ നേരിട്ടു. അതിശക്തമായ പ്രതിരോധം തീർത്ത എവർട്ടനെ തകർക്കാൻ ആഴ്സണലിന് ഏറെ വിയർപ്പൊഴിക്കേണ്ടി വന്നു. എങ്കിലും 27 മിനിറ്റിൽ വിക്ടർ ഗ്യോക്കേഴ്സ് നേടിയ ആവേശകരമായ ഗോളിലൂടെ ആഴ്സണൽ ലീഡെടുത്തു. ആദ്യ പകുതിയിൽ നേടിയ ഏകപക്ഷീയമായ ഈ ലീഡ് 2-ാം പകുതിയിൽ അതിവിദഗ്ധമായി നിലനിർത്താൻ ഗണ്ണേഴ്സിന് സാധിച്ചു. എവർട്ടൺ പലതവണ തിരിച്ചടിക്കാൻ ശ്രമിച്ചെങ്കിലും ആഴ്സണൽ പ്രതിരോധവും ഗോൾ കീപ്പറും അവർക്ക് മുന്നിൽ വൻ മതിലായി നിന്നു. ഒടുവിൽ വിസിൽ മുഴങ്ങിയപ്പോൾ എതിരില്ലാത്ത 1 ഗോളിന് വിജയമായി ആഴ്സണൽ പോയിന്റ് പട്ടികയിൽ വീണ്ടും 1-ാമതെത്തി. നിലവിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 17 മത്സരങ്ങളിൽ നിന്ന് 12 വിജയവും 3 സമനിലയും 2 തോൽവിയും അടക്കം 39 പോയിന്റോടെയാണ് ആഴ്സണൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. തൊട്ടു പിന്നാലെയുള്ള മാഞ്ചസ്റ്റർ സിറ്റിക്ക് 17 മത്സരങ്ങളിൽ 12 ജയവും 1 സമനിലയും 4 തോൽവിയും അടക്കം 37 പോയിന്റാണുള്ളത്. വെറും 2 പോയിന്റിന്റെ വ്യത്യാസം മാത്രമാണ് ഇരു ടീമുകളും തമ്മിലുള്ളത് എന്നത് വരും ആഴ്ചകളിലെ മത്സരങ്ങൾ എത്രത്തോളം നിർണായകമാണെന്ന് വ്യക്തമാക്കുന്നു. ഒരു സമനിലയോ തോൽവിയോ പോലും കിരീട പോരാട്ടത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും എന്നതിനാൽ ഇനിയുള്ള ഓരോ പോരാട്ടവും 2 ടീമുകൾക്കും ഫൈനലിന് തുല്യമാണ്. വലിയ അട്ടിമറികൾ സംഭവിച്ചില്ലെങ്കിൽ ഇത്തവണത്തെ കിരീടം ലണ്ടനിലേക്കോ മാഞ്ചസ്റ്ററിലേക്കോ പോകുമെന്നതും ഉറപ്പാണ്. എങ്കിലും സീസണിലെ പകുതി മത്സരങ്ങൾ മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ എന്നതിനാൽ ലിവർപൂൾ ഉൾപ്പെടെയുള്ള മറ്റു ടീമുകൾക്ക് തിരിച്ചു വരാൻ ഇനിയും അവസരമുണ്ട്. പ്രീമിയർ ലീഗിലെ മറ്റൊരു ആവേശ പോരാട്ടത്തിൽ ടോട്ടനത്തെ ലിവർപൂൾ തോൽപ്പിച്ചു. 1-നെതിരെ 2 ഗോളുകൾക്കായിരുന്നു ലിവർപൂളിന്റെ വിജയം. വിവാദങ്ങളും റെഡ് കാർഡുകളും നിറഞ്ഞ മത്സരമായിരുന്നു ഇത്. ഗോൾ രഹിതരായ ആദ്യ പകുതിയിൽ തന്നെ ഒരു ടോട്ടനം താരം ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായത് അവർക്ക് വലിയ തിരിച്ചടിയായി. 10 പേരായി ചുരുങ്ങിയിട്ടും 2-ാം പകുതിയുടെ തുടക്കത്തിൽ 56-ാം മിനിറ്റിൽ ടോട്ടനം 1 ഗോൾ നേടി ലിവർപൂളിനെ ഞെട്ടിച്ചു. എന്നാൽ അവസാന നിമിഷം വരെ പൊരുതിയ ലിവർപൂൾ 2 ഗോളുകൾ തിരിച്ചടിച്ച് വിജയം പിടിച്ചെടുക്കുകയായിരുന്നു. മത്സരത്തിന്റെ 93-ാം മിനിറ്റിൽ വീണ്ടും ഒരു ടോട്ടനം താരം റെഡ് കാർഡ് വാങ്ങി പുറത്തുപോയതോടെ അവരുടെ തിരിച്ചുവരവ് പ്രതീക്ഷകൾ പൂർണ്ണമായും അസ്തമിപ്പിച്ചു. നിലവിൽ 17 മത്സരങ്ങളിൽ നിന്ന് 29 പോയിന്റുകളിലുള്ള ലിവർപൂൾ 5-ാം സ്ഥാനത്താണ്. ടോട്ടനാകട്ടെ 17 മത്സരങ്ങളിൽ നിന്ന് 22 പോയിന്റോടെ 13-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു.